കേന്ദ്രത്തിൽ കോൺഗ്രസിന് അധികാരമില്ലാതായിട്ട് 11 വർഷം കഴിഞ്ഞു. കേരളത്തിൽ അധികാരമില്ലാതായിട്ട് 9 വർഷം കഴിഞ്ഞു. 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ സമീപകാലങ്ങൾ നോക്കിയാൽ അറിയാം ഏതൊക്കെ തലങ്ങളിലാണ് കോൺഗ്രസും ലീഗും നയിക്കുന്ന UDFുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ അഴിമതിയുടെ നിരവധി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. UDF ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വ്യാപകമായ അഴിമതി നടക്കുന്നു. അത് ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നു. KPCC ഭാരവാഹികൾ തട്ടിപ്പ് കേസുകളിൽ പ്രതിയാകുന്ന സാഹചര്യം മറുഭാഗത്ത് നിൽക്കുന്നു. DCC ഭാരവാഹികൾ പ്രതികളാകുന്ന നിരവധി തട്ടിപ്പ് കേസുകൾ പല ജില്ലകളിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ ഈ വയനാടിന് വേണ്ടി പിരിച്ച പണം ഇപ്പോഴും എത്ര എന്ന് എണ്ണി തിട്ടപ്പെടുത്തിയ ആളുകളോട് പറയാൻ കഴിയില്ല. ആ പണം കൊടുത്ത ആളുകളൊക്കെ ഇങ്ങനെ വഞ്ചിതരായ അവസ്ഥയിൽ നിൽക്കുന്നു. അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലാകട്ടെ, യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിലാവട്ടെ, ലീഗ് വാങ്ങിച്ച ഭൂമി എത്രയോ അധികം ഇരട്ടി വിലയ്ക്കാണ് ആ ഭൂമി വാങ്ങിച്ച് എടുത്തത്. ആ ഭൂമി തന്നെ നിയമപരമായി ഈ ദുരന്ത ബാധിതർക്ക് ശരിയായി വീട് വെച്ച് കൊടുക്കാൻ കഴിയാത്ത തോട്ടഭൂമിയാണ് എന്ന പ്രശ്നം നിൽക്കുന്നു. അടിമുടി എങ്ങനെയും സാമ്പത്തിക തട്ടിപ്പുകൾ എങ്ങനെയൊക്കെ നടത്താം എന്ന നിലയിൽ ഗവേഷണം നടത്തുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയാണോ? അപ്പോൾ അതാണ് കൈരളി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരമ്പര ആദ്യം ചെയ്തത് കൈരളി ന്യൂസാണ്. ഇപ്പോൾ പല മാധ്യമങ്ങളും അതിലേക്ക് മെല്ലെ മെല്ലെ വന്നു തുടങ്ങുന്നുണ്ട്. പ്രതിപക്ഷത്തിരുന്നാലും അഴിമതിയോ എന്നുള്ളതാണ് ഞങ്ങൾ ആ വാർത്തകളിലൂടെ നിരന്തരം ചോദിച്ച ചോദ്യം. അതിലെ തന്നെ 1-2 സാമ്പിൾ ഇന്നത്തേത് ഒന്ന് കണ്ടുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് പോകാം. KPCC പുനഃസംഘടന മാത്രമല്ല, DCC പ്രസിഡന്റ് മാത്രമല്ല, പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർ ചെന്നുപെട്ടുകൊണ്ടിരിക്കുന്ന നിരന്തര തട്ടിപ്പുകളുടെ, തദ്ദേശഭരണ അഴിമതികളുടെ, ഈ പറയാൻ പോകുന്ന റിപ്പോർട്ടുകൾ അടക്കമുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നേതാക്കൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിശദീകരിക്കാൻ തയ്യാറാകണം, സന്നദ്ധമാകണം. എന്ത് നടപടി ഇക്കാര്യങ്ങളിൽ എടുത്തു? ഈ തട്ടിപ്പുകാരെ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് തുടരാതിരിക്കും വിധത്തിലേക്ക് രാഷ്ട്രീയമായ പാർട്ടിയെ എങ്ങനെ ആ സംഘടനകളെ ശരിയായി നയിക്കാൻ കഴിയുന്നു? വിശദീകരണമില്ല, മാധ്യമങ്ങളും ചോദിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അതാണ് സാഹചര്യം.